let's talk about a motor unit. What do you mean by a motor unit? A motor nerve fiber, that is മസിൽസിനെ അല്ലെങ്കിൽ വോളണ്ടറി മൂവ്മെൻറ്റ്സ് നടക്കാനായിട്ട് യൂസ് ചെയ്യുന്ന നെർവ്സ്, മോട്ടോർ നെർവ് ഫൈബർ, അത് ഒറിജിനേറ്റ് ചെയ്യുന്നത് ഇസ് ഫ്രം യുവർ ആൻറ്റീരിയർ ഹോൺ സെൽസ്. ബ്രെയിനിൽ നിന്ന് നെർവ്സ് എല്ലാം വന്നിട്ട് സ്പൈനൽ ലെവലിൽ എത്തിക്കഴിയുമ്പം ആ സ്പൈനൽ ലെവലിൽ ആൻറ്റീരിയർ ഹോൺ സെൽസ് ഉണ്ട്. ഹിയർ this is your anterior horn cells. This is the anterior part, this is the posterior part of your spinal cord, this is the central spinal canal. So this spot where your neurons ivada kaanichirikkunnu, this area, this gray matter is called as your anterior horn cell. So a motor unit ennu parayunnathu is oru motor nerve which originates from the anterior horn cells, and each nerve supplies one muscle fiber. One nerve that is supplying one muscle fiber, ആ ഒരൊറ്റ യൂണിറ്റിനെയാണ് ഒരു മോട്ടോർ യൂണിറ്റ് എന്ന് പറയുന്നത്. Okay, so let me read what has been written. The motor nerve fiber originating from the anterior horn cells of the spinal cord, then motor nerve breaks into many number of terminal branches. കുറേ terminal branches ആയിട്ട് ഇവിടെ ബ്രേക്ക് ചെയ്യും. Each terminal branch supplies only one muscle fiber. ഒറ്റ മസിൽ ഫൈബറിന് ഒരു നെർവ് ആയിരിക്കും സപ്ലൈ ചെയ്യുന്നത്. അങ്ങനെ a single motor neuron and the muscle fiber it innervates constitutes, അത് together single motor neuron and the muscle fiber it innervates constitutes a motor unit. Okay, see ഇവിടെ വേറെ ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷനും കൂടെ ഉണ്ട്. Here this is your anterior horn cell from where your motor neuron is originating. അവിടുന്ന് ആ സ്പൈനൽ കോഡിൽ നിന്ന് ആൻറ്റീരിയർ ഹോൺ സെൽ ഓഫ് യുവർ സ്പൈനൽ കോഡിൽ നിന്ന് ന്യൂറോൺ ഒറിജിനേറ്റ് ചെയ്തിട്ട് ഇറ്റ് ഈസ് branching into many terminals, each terminal supplying only one fiber. So this muscle fiber and the motor neuron is called as your motor unit, consisting of your somatic motor neuron plus all the muscle fibers it innervates. So motor neuron acts on terminal and the muscle fiber together is called as the motor unit. So this is the definition for a motor unit. Okay, ഒരു കാര്യം, the number of muscle fibers that can be supplied by a single motor neuron fiber is variable. ഒരു ന്യൂറോണിന് മോട്ടോർ ന്യൂറോണിന് എത്രമാത്രം മസിൽസിനെ ഇന്നോവേറ്റ് ചെയ്യാം, സപ്ലൈ ചെയ്യാം എന്നുള്ളത് കൃത്യമായിട്ടൊരു നമ്പറില്ല, വേരിയബിളായിട്ട് അത് പോകും. ഇറ്റ് വേരീസ് ഫ്രം എ ഫ്യൂ മസിൽ ഫൈബേഴ്സ് to 2000 മസിൽ ഫൈബേഴ്സ്. ഒരു മോട്ടോർ യൂണിറ്റിന് 2000 മസിൽ ഫൈബേഴ്സിന് വരെ ഒരു സിംഗിൾ മോട്ടോർ ന്യൂറോണിന് ഇന്നോവേറ്റ് ചെയ്യാനായിട്ട് അവർക്ക് ഡിവൈഡ് ചെയ്ത് അറ്റാച്ച് ചെയ്യാനായിട്ട് പറ്റും. ഇനി അങ്ങനെ കൂടുതലായിട്ട് ഡിവൈഡ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി പ്രിസിഷൻ ഓഫ് വർക്ക്. എന്തുമാത്രം ആക്യുറസിയിൽ ആ മസിൽ വർക്ക് ചെയ്യണം, അതിനനുസരിച്ച് അതിനെ ആശ്രയിച്ചിരിക്കും എന്തുമാത്രം ബ്രാഞ്ചസ് ആയിട്ട് ആ ഒരു മോട്ടോർ നെർവ് ഡിവൈഡ് അല്ലെങ്കിൽ ബ്രാഞ്ച് ചെയ്യുന്നു എന്നുള്ളത്. ദാറ്റ് മീൻസ് ഫോർ എക്സാമ്പിൾ ഇൻ എ മസിൽ ഓഫ് ഫിംഗേഴ്സ് one neuron controls only a few fibers, but in a thigh 2000 muscle fibers are controlled by a single motor unit. That means thigh muscles എന്ന് പറയുന്നത് ഗ്രോസ് ആയിട്ടുള്ള എക്സ്റ്റൻഷൻ ഓഫ് യുവർ നീ അല്ലെങ്കിൽ എക്സ്റ്റൻഷൻ ഓഫ് യുവർ ഹിപ്പ്, ഇതൊക്കെയാണ് ഫ്ലെക്ഷൻ ഓഫ് യുവർ ഹിപ്പ്, ഇതൊക്കെയാണ് thigh muscles ചെയ്യുന്നത്. ബാക്കിലെ മസിൽസ് ആണെങ്കിൽ ഫ്ലെക്ഷൻ ഓഫ് യുവർ നീ ഓർ എക്സ്റ്റൻഷൻ ഓഫ് യുവർ
തൈ, ഇതൊക്കെയാണ് ഓഫ് യുവർ ലെഗ്, ഇതൊക്കെയാണ് ചെയ്യുന്നത്. ഗ്രോസ് മൂവ്മെൻറ്റ്, ഒരു ലാർജ് മൂവ്മെൻറ്റ്, അതിന് ഒത്തിരി പ്രിസിഷൻ്റെ ആവശ്യമില്ല. അന്നേരം കൂടുതൽ മസിൽ ഫൈബേഴ്സായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഒരു ന്യൂറോണ്, ഒരു മോട്ടോർ ന്യൂറോണ് ഒത്തിരി മസിൽസിനെ സപ്ലൈ ചെയ്യും. പക്ഷേ പ്രിസിഷൻ വേണ്ടെടുത്ത്, നല്ല ആക്യുറസി വേണ്ടെടുത്ത് ഒത്തിരി മസിൽ ഫൈബേഴ്സിനെ നെർവ് സപ്ലൈ ചെയ്യത്തില്ല. ഒരു മോട്ടോർ ന്യൂറോണ് വളരെ ചുരുക്കം മസിൽ ഫൈബേഴ്സിന് മാത്രമായിരിക്കും കൺട്രോൾ ചെയ്യുന്നത്. സോ അതുപോലെ ആക്യുറേറ്റ് ആയിട്ടുള്ളതിന് ഒത്തിരി പണി ആ ന്യൂറോണിന് കൊടുക്കത്തില്ല. കുറച്ച് പണിയെ ഒരു ന്യൂറോണിന് കൊടുക്കത്തുള്ളൂ. സോ ദാറ്റ് ഇസ് ഹൗ ദിസ് മോട്ടോർ യൂണിറ്റ് വർക്ക്സ്. പ്രിസിഷൻ കൂടുന്നതനുസരിച്ച് മോട്ടോർ യൂണിറ്റ്സിൻ്റെ എണ്ണം നമുക്ക് കൂടും.